കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ കരിപ്രസാദ നിർമ്മാണത്തിനുള്ള പുതിയ സ്ഥലവും വൃത്തിഹീനം. ക്ഷേത്രത്തിന് സമീപത്തെ ദേവസ്വം ബോർഡ് കെട്ടിടത്തിന്റെ മുകളിൽ വൃത്തിഹീനമായ ടെറസിലാണ് പ്രസാദം നിർമ്മിക്കുന്നത്. പ്രസാദം കൃത്രിമമായി നിർമ്മിക്കുന്നതിനുള്ള കറുപ്പ് നിറമുള്ള പൊടിയും കണ്ടെത്തി. സംഭവത്തിൽ BJP പ്രവർത്തകർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചു. നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും BJP പ്രവർത്തകർ അറിയിച്ചു. മനോജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, ജനം TV ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദം എത്രത്തോളം വൃത്തിഹീനമായ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്, അടുത്ത മദ്യക്കുപ്പികൾ വരെ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വാർത്ത പുറം ലോകം അറിഞ്ഞതോടുകൂടി തന്നെ ഇതിന്മേലൊരു നടപടി എന്നോണം അവിടെ നിന്നും തൽക്കാലത്തേക്ക് ആ സ്ഥലം മാറ്റുന്നു. പുതിയ സ്ഥലം എന്ന് പറയുന്നത് സമാനമായ രീതിയിൽ വൃത്തിഹീനമായ ഒരു കെട്ടിടം തന്നെയാണ്. അതിൻ്റെ മുകളിലത്തെ നിലയിൽ ടെറസിലാണ് ഇത്തരത്തിൽ കരിപ്രസാദം നിർമ്മിക്കുന്നതിനുള്ള ഒരു സ്ഥല സൗകര്യം ഏർപ്പെടുത്തിയത്. പക്ഷേ അതും സമാനമായ രീതിയിൽ വൃത്തിഹീനമായിരുന്നു എന്ന് മാത്രമല്ല, ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കരിപ്രസാദം നിർമ്മിക്കുന്നതിന് വേണ്ടി മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ച കൃത്രിമ പൊടികൾ വരെ അവിടെ കിടപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഭക്തർ മുന്നോട്ടിറങ്ങിയിട്ടുണ്ട്. BJP പ്രവർത്തകർ അതിശക്തമായ പ്രതിഷേധം തന്നെയല്ലേ ഉന്നയിച്ചിരിക്കുന്നത്? തീർച്ചയായും അതുതന്നെയാണ് രോഹിണി. നമ്മൾ ആദ്യം ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ കണ്ടതാണ്, മറ്റാരുമില്ലായിരുന്നു. പിന്നീട് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വലിയൊരു പ്രതിഷേധം, ഭക്തജനങ്ങളുടെ പ്രതിഷേധം തന്നെ ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ഈ കൃത്രിമമായി കരിപ്രസാദം നിർമ്മിക്കുന്നു എന്നുള്ളതും വൃത്തിഹീനമായ സ്ഥലത്ത് നിർമ്മിക്കുന്നു എന്നുള്ളതും വീണ്ടും കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മദ്യക്കുപ്പികൾ അടക്കമുണ്ടായിരുന്ന സ്ഥലത്ത് നിന്നാണെങ്കിൽ ഇന്ന് മദ്യക്കുപ്പികൾ ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ വൃത്തിഹീനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ കൃത്രിമമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇവിടെ നിന്നും BJP പ്രവർത്തകർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഞങ്ങൾ പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചപ്പോൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരത്തിലല്ലേ പ്രസിഡന്റ് ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ നോക്കാം കാണാം എന്നൊക്കെ വളരെ നിരുത്തരവാദപരമായ തരത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് സംസാരിച്ചത്. ഞങ്ങൾ ആവശ്യപ്പെട്ടു നടപടി. ഈ ഇത്രയും വലിയ കുറ്റകൃത്യം ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ട ഇത്ര കേരളം ചർച്ച ചെയ്ത വിഷയത്തിൽ വീണ്ടും മണിക്കൂറുകൾക്ക് ആവർത്തിക്കപ്പെടുകയുണ്ട് ആ കുറ്റകൃത്യം. എന്താണ് അദ്ദേഹത്തിന് നടപടി എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ നോക്കാം, നിങ്ങൾ എന്താ ചെയ്തോട്ടെ എന്ന് നിഷേധാത്മകമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയപ്പോഴാണ് ഈ സംഭവമൊക്കെ കാണുന്നത്. അതായത് ഈ കവറുകളിലാക്കിയ പൊടിയാണ് ഇവിടെ ചാലിക്കുന്നത്. അത് വെൽഡിംഗ് റാഡ് ഉപയോഗിച്ചാണ് ചാലിക്കുന്നത്. ഇന്നലെ കണ്ടതിനേക്കാളും അപ്പുറമായി കൃത്രിമമായിട്ടുള്ള നിർമ്മാണമല്ലേ ഇവിടെ ഇന്നലെ ഞങ്ങൾ ഉൾപ്പെടെ വന്ന് അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ ക്ഷേത്രത്തിൽ ശുദ്ധികലശം വരെ ഞങ്ങളുടെ നേതൃത്വത്തിൽ തിരുമേനിമാരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു വിശ്വാസം വരുത്തിയിട്ടാണ് ശരിക്ക് ഇന്നലെ വൈകുന്നേരം നട തുറന്നത്. പക്ഷേ നേരം വെളുത്തിട്ട് ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും വിശ്വാസവഞ്ചന കാണിക്കാൻ അവർ തയ്യാറാകുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ദേവസ്വം ബോർഡ് മൊത്തത്തിൽ പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കാരണവശാലും ഒരു പരിഹാര നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി ഇവിടെ പറയുന്നത്, ഈ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം PD ദേവസ്വമാണ്. ആ PD ദേവസ്വത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം വിശ്വാസികളെയും ഭക്തരെയും തിരിച്ചേൽപ്പിക്കുക. അത് ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യമായിരിക്കും. ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ AO ഓഫീസിൽ നിന്നും AC ഓഫീസിൽ നിന്നും ഉള്ള ഇടപെടിയിൽ ഈ PD ദേവസ്വം മണികണ്ഠ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത് അവസാനിപ്പിക്കുക. അതായിരിക്കും മാത്രമായിരിക്കും ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ ആസനത്തെ തീയടിച്ച് നടക്കുകയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ഇവിടെ വന്നൊരു പരിഹാരത്തിന് നിർദ്ദേശിക്കാൻ പറ്റില്ല. കാരണം കള്ളൻ വന്ന് എങ്ങനെയാണ് കള്ളത്തരത്തിന് പരിഹാരം കാണാൻ സാധിക്കുന്നത്? ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ ഹിന്ദു സമൂഹത്തിൻ്റെ ഹിന്ദു വിശ്വാസത്തെ അപലപിച്ചുകൊണ്ട് അവരെ നിഷേധിച്ചുകൊണ്ട് നടക്കുന്ന ഈ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ PD ദേവസ്വത്തിൻ്റെ ചുമതല ഈ നാട്ടിലെ ഭക്തന്മാരെ ഏൽപ്പിക്കുക, ദേവസ്വം ബോർഡ് ഇത് വിട്ടൊഴിയുക. ഇത് മാത്രമേ അതിന് പരിഹാരമുള്ളൂ. തീർച്ചയായും അതുതന്നെയാണ്. എന്തായാലും വളരെയധികം പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ഈ ക്ഷേത്രത്തെ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇവിടെ ദർശനത്തിൽ എത്തുന്ന ഭക്തരെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണല്ലോ ഇപ്പോൾ കണ്ടുവരുന്നത്. കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ ഈ ക്ഷേത്രത്തിലെ ഭക്തരാണ്. ഞങ്ങൾ ഓരോ ദിവസവും ക്ഷേത്രത്തിൽ വരുമ്പോൾ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഈ ഗണപതിയുടെ മുന്നിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ വരുമ്പോൾ ഈ ഭക്തർ തരംതിരിച്ചുള്ള ഒരു പ്രസാദം കൊടുപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഈ നാട്ടുകാരായതുകൊണ്ട് നമ്മൾ ഈ തിരക്ക് ദിവസങ്ങളിൽ വരാറില്ല. കൂടുതലായിട്ടും പിന്നെ പുറത്തുനിന്ന് വരുന്നവർക്ക് നമ്മളൊരു അസൗകര്യം ഉണ്ടാക്കരുതെന്നുള്ള രീതിയിൽ
നമ്മൾ പുറത്തു നിന്ന് തൊഴുതിട്ട് പോകാറാണ് പതിവ്. പക്ഷേ അകത്ത് കയറി കഴിയുമ്പോൾ പ്രസാദം കൊടുക്കുമ്പം ഒരു കൊട്ട് കൊട്ടുമ്പം 10 രൂപയുടെ പ്രസാദം, 2 കൊട്ട് കൊടുക്കുമ്പം 50 രൂപയുടെ പ്രസാദം, മൂന്നാമത്തെ കൊട്ടിന് 500, 1000 അങ്ങനെയുള്ള ഒരു രീതിയാണ് ഈ ഗണപതിയുടെ മുന്നിൽ നിന്ന് പ്രസാദം കൊടുക്കുന്നത്. ഞാൻ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇനിയുള്ള ഇതിലെങ്കിലും ഈ പ്രസാദം പല ക്ഷേത്രങ്ങളിലും നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പുറത്ത് വെച്ച് പ്രസാദം കൊടുക്കുന്ന രീതിയാണ് കേട്ടോ. ഈ ഗണപതി ക്ഷേത്രത്തിൽ മാത്രം എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയേക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഈ ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദം പുറത്ത് വെച്ച് കൊടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുകയും ഭക്തജനങ്ങൾക്ക് നല്ല രീതിയിൽ വന്ന് കൃത്രിമമായി ഈ കറുത്ത പൊടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കരിപ്രസാദം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ നെറ്റിയിൽ ചാർത്തുന്നത്. അതെ, ഇതിനെക്കുറിച്ചെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അന്വേഷിച്ചാണെങ്കിൽ എന്നും നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കറുത്ത പ്രസാദം തൊട്ടാണ് കണ്ടിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം എന്താ തൊടാതെ വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഇന്നലത്തെ ആ ഒരിത്, ഇന്നലെ നമ്മളിത് കണ്ടു. ഈ കേരളം ഒട്ടുക്ക് ഒരു ചർച്ച ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഇന്നിത് ആവർത്തിച്ചെന്ന് പറയുമ്പോൾ ഇതൊന്നും നമുക്ക് ഭക്തർക്ക് പോർക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇതിന് ശക്തമായ ഒരു പ്രക്ഷോഭം തന്നെ ഞങ്ങൾ ഹൈന്ദവ സംഘടന മൊത്തത്തിൽ ഇടയ്ക്ക് വെച്ച് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. കാരണം കീഴ്ശാന്തി, ഇവിടുത്തെ കീഴ്ശാന്തി പടിഞ്ഞാറ്റിങ്കര മഹാദേവ ക്ഷേത്രത്തിലാണ്. അവിടുന്ന് ഇവിടെ നിന്നുകൊണ്ട് ആ ഒരു ഇതുണ്ടായിട്ടുണ്ട്. അപ്പം അതിനെതിരെ നമ്മൾ കൊടുത്തപ്പം പലരിൽ നിന്നും നമുക്ക് ഒത്തിരി ഒരു ഇതൊക്കെ ഉണ്ടായി. ആ കേസ് പിൻവലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ള ഒരു ഇതിലാണ് ഇവർ ചെയ്തത്. അത് തന്നെയാണ് ദേവസ്വം ബോർഡിനെതിരെ ഉയർന്നു വരുന്ന രോക്ഷം. അത് ചെറുതല്ല. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടെ എത്തുന്ന ഓരോ ഭക്തരെയും അവർക്കൊക്കെ വൈകാരികമായി ആണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്. രാവിലെ മുതൽ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഭക്തരുമായി സംസാരിച്ചിരുന്നു. നമുക്ക് തന്നെ ജനം ടിവിയോട് അവരൊക്കെ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞപ്പോൾ അവർക്ക് വലിയ വിഷമമായി എന്നുള്ളത് തന്നെയാണ്. ഇന്ന് കരിപ്രസാദം തൊടാതെ പോയവരുമുണ്ടായി. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് കൃത്രിമമായി കരിപ്രസാദം നിർമ്മിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെത്തിച്ച് ഭക്തർക്ക് കൈമാറുന്ന, അതും വെറുതെയല്ല, പണം കൊടുത്ത് ഭക്തർക്ക് കൈമാറുന്ന ഒരു സാഹചര്യം. അത് ദേവസ്വം ബോർഡിൻ്റെ അറിവോട് കൂടിയല്ല എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള കൃത്രിമമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് ദേവസ്വം ബോർഡിന് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. ദേവസ്വം ബോർഡ് അധികൃതർ അതിൽ കൃത്യമായ മറുപടി പറയേണ്ടതുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഇവിടെ നിന്നും ഫോണിൽ വിളിച്ചപ്പോൾ റിപ്പോർട്ട് ലഭിക്കുന്നതനുസരിച്ചാകും നടപടി എന്ന കാര്യം പറയുമ്പോഴും പ്രതിഷേധം കനക്കുമെന്ന കാര്യം സൂചിപ്പിക്കുമ്പോഴും അദ്ദേഹം അങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പ്രതികരണം. എന്തായാലും ഇവിടെ പോലീസ് ഉണ്ട്. പോലീസ്, കൊട്ടാരക്കര പോലീസ് അടക്കം, കിളിക്കൊല്ലൂർ പോലീസ് അടക്കം ഇങ്ങോട്ടേക്ക് എത്തി. ഇവരൊക്കെ തന്നെ ഇവിടെ ഭക്തരെ ഇവിടെ നിന്നും മാറ്റുവാനുള്ള ഒരു കാര്യമൊക്കെ നോക്കിയെങ്കിലും ആരും പിരിഞ്ഞു പോകില്ല എന്നുള്ള കാര്യം തന്നെ അറിയിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം ഇത് തന്നെയാണ്, ഒരു വീട്ടിൽ, ശോചനീയമായിട്ടുള്ള ഒരു വീട്, വൃത്തിഹീനമായിട്ടുള്ള ഒരു വാടക വീട്ടിൽ മദ്യക്കുപ്പികൾക്ക് നടുവിലായിരുന്നു നിർമ്മാണ പ്രവർത്തനമെങ്കിൽ ഇന്ന് അതിനും മറ്റ് വലിയ മാറ്റമൊന്നുമില്ല. മദ്യക്കുപ്പികളോ സിഗരറ്റോ ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ദൃശ്യങ്ങളിലൂടെ പറയാം. പക്ഷേ സിഗരറ്റിൻ്റെ കുറ്റികളടക്കം ഈ നിലയിൽ കണ്ടു എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും കരിപ്രസാദം നിർമ്മിക്കുന്നത് കവറുകളിലാക്കിയ കരി ഉപയോഗിച്ച്, അതായത് മറ്റിടങ്ങളിൽ നിന്നും കൊണ്ടെത്തിക്കുന്ന രാസപദാർത്ഥം ഉൾപ്പെട്ട കരിയാണോ എന്നുള്ളത് അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത് നെയ്യിൽ ചാലിച്ച് നൽകുമ്പോൾ അത് ചാർത്തുന്ന ഓരോ ഭക്തർക്കും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിലൊന്നും തന്നെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ അത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ ഭക്തരോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ഒരു ദാക്ഷിണ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു അധികൃതരും ഒരു ജീവനക്കാരും ഇങ്ങനെ കാണിക്കില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു ക്ഷേത്രത്തിൽ നിന്ന് പവിത്രതയോടുകൂടി അവർ ചാർത്തിപ്പോകുന്ന പ്രസാദം അത് കൃത്രിമമായി നിർമ്മിച്ച് അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്നു, അവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിലെ തട്ടിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലാണ് ഭക്തജന രോക്ഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള പരിശോധന വേണമെന്നുള്ളതാണ്. അതായത് ഇത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ ഈ കരിപ്പൊടിയാണ്, അതായത് കയ്യിൽ നിറമാകുന്ന ഒരു പൊടിയാണ്. ഈ നിറമാണ് അതിലേക്ക് ചാലിക്കുന്നത്. വെൽഡിംഗ് റാഡ് കൊണ്ട് ഇത് ചാലിക്കുന്നു എന്നുള്ളതാണ്. ആ വെൽഡിംഗ് റാഡിലുള്ള രാസപദാർത്ഥം ഉൾപ്പെടെ ഇതിൽ ആകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പദാർത്ഥം നെറ്റിയിൽ പുരട്ടിയാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ഏത് തരത്തിലാകും അത് പ്രതിഫലിക്കുക എന്നുള്ളതൊക്കെ. എന്തായാലും ഇവിടെ ഇപ്പോൾ ദേവസ്വത്തിൻ്റെ
അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്, പോലീസുമായി ചർച്ച നടത്തുന്നുണ്ട്. ഇവിടെയുള്ള ഭക്തരൊക്കെ തന്നെ ആവശ്യപ്പെട്ടത് കൃത്യമായിട്ടുള്ള നടപടി ഇതിലുണ്ടാകണമെന്നത് തന്നെയാണ്. ആരുടെയൊക്കെ അറിവോടുകൂടിയാണോ ഇങ്ങനെ തുടർന്നു വരുന്നത് അവരെല്ലാം ഇവിടെ നിന്നും പുറത്താക്കണം, ഈ ക്ഷേത്രത്തെ മോചിപ്പിക്കണം, ഭക്തർക്ക് വിട്ടു നിൽക്കണം എന്നുള്ളത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ഓരോ ക്ഷേത്രങ്ങളിലും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊള്ള അത് ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ഓടുന്ന സാഹചര്യമാണ്. പല ഇടങ്ങളിലായി ഓടുകയാണ്. ഇവിടെ നിന്നും ഈ പ്രതികരണം, ഭക്തരുടെ പ്രതികരണം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്തർ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ കൃത്യമായിട്ടുള്ളൊരു നടപടി ഉണ്ടായിട്ടില്ല. ദേവസ്വം വിജിലൻസ് പരിശോധന നടത്തുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ദേവസ്വം വിജിലൻസ് ഇന്ന് ഇതുവരെയും എത്തിയിട്ടില്ല. അത് ആ സമയത്താണ് വീണ്ടും ഒരു കണ്ടെത്തൽ. അത് ക്ഷേത്രത്തിന് സമീപത്തുള്ള ദേവസ്വത്തിന്റെ അധീനതയിലുള്ള ഈ ശാന്തിമാർ താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ ഈ നിർമ്മാണ പ്രവർത്തനം നടന്നിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇവിടേക്ക് നമ്മൾ ആദ്യം എത്തിയപ്പോൾ ഇവിടെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് അവർ ഇവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പ്രതിഷേധവുമായി ഭക്തർ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തി. ഈ വസ്ത്രമടക്കം, അതായത് ഇവിടെയൊക്കെ പഴയ സാധനങ്ങൾ, ഈ ഇവിടെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സമീപത്തെ കെട്ടിടങ്ങളിലോ ഒക്കെ ഉപയോഗിച്ച ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലം, അവിടെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. വൃത്തിഹീനമായി എന്നുള്ളതിലുപരിയായി മറ്റൊരു കാര്യം, കൃത്രിമമായി നിർമ്മിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള കൃത്രിമ പദാർത്ഥങ്ങൾ ഭക്തർ നെറ്റിയിൽ ചാർത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഇവിടെ ആരും ചിന്തിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇതിൽ ഉയർന്നു വരുന്ന പ്രതിഷേധം അത് ചെറുതല്ല. ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം, അതായത് കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം ഈ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഭക്തർ, അതായത് ഈ ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇന്ന് ഈ ദിവസം ചൂഷണം ചെയ്തിരിക്കുന്നത്, ആ ഭക്തരെ തന്നെയാണ് വഞ്ചിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ BJP പ്രവർത്തകർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഫോണിൽ വിളിക്കുകയുണ്ടായി. പക്ഷേ നിഷേധാത്മക നിലപാടാണ് തിരികെ ഉണ്ടായത് എന്നുള്ളതാണ്. നമുക്ക് ആ ടെലിഫോൺ സംഭാഷണം ഒന്ന് കേട്ടുവരാം. അപ്പോൾ ഇന്നലെ നടപടികൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. അപ്പം ഉടനെ ആ നടപടി പ്രതീക്ഷിച്ച് സമരം പിൻവലിച്ചു, സീൽ ചെയ്തു. വീണ്ടും മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ഈ തൊട്ടടുത്തുള്ള വേറൊരു കെട്ടിടത്തിൽ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ റെഡിമെയ്ഡ് കരി പാക്കറ്റുകൾ കൊണ്ടുവന്ന് വീണ്ടും നിർമ്മാണം നടത്തിയിരിക്കുകയാണ്. ഇത് സാറിന് മറുപടിയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറുപടിക്കാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. താങ്കളുടെ മറുപടി ഒന്ന് വ്യക്തമാക്കണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറുപടി ഇന്നലെ വന്ന കാര്യം ഞാൻ അവരുടെ ഡെപ്യൂട്ടി കമ്മീഷണർ കൃത്യമായ റിപ്പോർട്ടിന് തന്നെ തരാൻ പറഞ്ഞു. ആ റിപ്പോർട്ടിനനുസരിച്ച് ആരാണോ ഉത്തരവാദി കോടതിയിലെ നടപടി ഉണ്ടാവും. ഇന്നലെ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അത് ഞാൻ പറയട്ടെ, മറുപടി ഞാൻ റിപ്പോർട്ട് തരാൻ പറഞ്ഞു. റിപ്പോർട്ട് കിട്ടിയതുകൊണ്ട് എന്താണോ കുറ്റക്കാർക്കെതിരെ നടപടി ഓൺ സ്പോട്ട് ഉണ്ടാവേണ്ടത് ഞങ്ങളുടെ നിങ്ങളുടെ കാര്യം ഇങ്ങോട്ട് വന്നേ സാറേ. സാറൊന്ന് ഈ സ്ഥലം സന്ദർശിക്കാൻ തയ്യാറാകണ്ടേ? സാറൊന്ന് ഈ സ്ഥലം ഇത്രയും കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നല്ലേ സാർ? അല്ല, കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നല്ലേ ഗണപതിക്ഷേത്രം? സാറൊന്ന് അടിയന്തരമായി സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ എടുത്തേ മതിയാവൂ. ശക്തമായിട്ട് പ്രതിഷേധം ഉണ്ടാകും. ഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദ നിർമ്മാണ വിവാദത്തിൽ രണ്ടാമത് മാറ്റിയ സ്ഥലവും വൃത്തിഹീനം എന്ന് തന്നെയാണ് വെളിവാകുന്നത്. ഒരു കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് ഇത്തരത്തിൽ കരിപ്രസാദ നിർമ്മാണത്തിനായി പുതിയ സ്ഥലം എന്നുള്ള പേരിൽ ദേവസ്വം ബോർഡ് കണ്ടെത്തിയത്. പക്ഷേ അങ്ങേറ്റം വൃത്തിഹീനമായ ഒരു ടെറസ് തന്നെയാണ് ഇതിനായി ദേവസ്വം ബോർഡ് തെരഞ്ഞെടുത്തത് എന്നാണ്. എന്ന് മാത്രമല്ല, പ്രസാദം കൃത്രിമമായി നിർമ്മിക്കുന്നതിനുള്ള കറുത്ത നിറമുള്ള പൊടിയും അവിടെ നിന്ന് കണ്ടെത്തി. ഈ വിഷയത്തിൽ BJP പ്രവർത്തകർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും നിഷേധാത്മകമായ ഒരു നിലപാടാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ധാരാളം ഭക്തർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇതിനെതിരെ അലയടിക്കുന്നത്.